നമസ്കാരം, എൻ്റെ പേര് രാഹുൽ എന്നാണ്. IPL ബയോളജിക്കൽസ് എന്നാണ്. ഇന്ന് നമ്മളിപ്പോൾ വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 മുതൽ 5 വയസ്സ് വരെ പ്രായമുള്ള ഒരു തെങ്ങിൻ തോട്ടത്തിലാണ് വന്നത്. ഈ തെങ്ങിൻ തോട്ടത്തിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു ഇഷ്യൂ ആയിരുന്നു നമ്മുടെ കൊമ്പൻ ചെല്ലിയും ചെമ്പൻ ചെല്ലിയും. അതിൻ്റെ ഒരു ഇഷ്യൂ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ആൾ നന്നായിട്ട് മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാ അടുത്തുള്ള മാനുവർ പിറ്റും കാര്യങ്ങളൊക്കെ അയാൾ എല്ലാ കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ നമുക്ക് ഇത് ബാധിച്ച തെങ്ങ്, പോയ തെങ്ങാണിത്. ആ തെങ്ങിൻ്റെ അകത്ത് തന്നെ ഇതിൻ്റെ ഒരു പ്രജനന കാലമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വന്ന് ശ്രദ്ധിച്ച സമയത്ത് ഇതിൻ്റെ മണ്ട മുഴുവൻ നമ്മളെടുത്ത് ക്ലീൻ ചെയ്തു. ആദ്യം ഈ പ്രശ്നം വന്നിട്ട് നശിച്ചു പോയ തെങ്ങായിരുന്നു ഇത്. ആ തെങ്ങിൻ്റെ അകത്തുള്ള മണ്ട മുഴുവൻ നമ്മളെടുത്ത് ക്ലീൻ ചെയ്തെടുത്ത സമയത്ത് നിങ്ങൾക്ക് കാണാം, ഇത് ഈ പോയതിൻ്റെ അകത്തൊക്കെ വെച്ചാൽ ഈ ഒരാൾ കയറിയിട്ട് നശിപ്പിച്ച ഒരു ഇതാണ് ഇത് കാണുന്നത്. ഇതേപോലെ ഓട്ടയുണ്ടാക്കിയിട്ട് നമ്മുടെ കൊമ്പൻചെല്ലി ഓൾറെഡി ഓട്ടയുണ്ടാക്കിയതിൻ്റെ അകത്തേക്ക് നമ്മുടെ ചെമ്പൻചെല്ലി കയറി വന്നതാണ് പ്രശ്നമായത്. ചെമ്പൻചെല്ലി കയറി വന്നു. ആ ചേരി വന്നിട്ട് നമുക്ക് ഈ ഒരു ഏരിയൻ്റെ അകത്ത് മൊത്തമായിട്ട് നമ്മുടെ തെങ്ങിൻ്റെ അകത്ത് മൊത്തം നശിപ്പിച്ചു. ഈ ഒരു തെങ്ങ് തന്നെ ഇവരുടെ പ്രജനനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്തത്. നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവനാണ് ചെമ്പൻചെല്ലി. ചെമ്പൻചെല്ലി എന്ന് പറയുന്നത് നമുക്ക് ഒരു വീവിളാണ്. മുന്നിലേക്ക് ഇതേപോലെയുള്ള ഒരു കൊമ്പുണ്ടാവും. ആ കൊമ്പിന് ചുറ്റും നമുക്ക് എന്താ വെച്ചാൽ ഒരു ചുവന്നായിട്ടുള്ള ഒരു കുത്തുകൾ ഇതിൻ്റെ തലേൻ്റെ മുകളിൽ കാണാൻ പറ്റും. ചുവപ്പ് കളറിലാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇവനെ ചെമ്പൻചെല്ലി എന്ന് പറയുന്നത്. ഇനി ഈ കാണുന്നതാണ് നമ്മുടെ കൊമ്പൻചെല്ലി. കൊമ്പൻചെല്ലിയുടെ വെച്ചാൽ കാണ്ടാമൃഗ വണ്ടെന്നും ഇതിനെ പറയാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൊമ്പ് എന്ന് പറയുന്ന മുകളിലോട്ട് കയറി വരും. ഈ കയറി വരുന്നതിൻ്റെ അകത്ത് ഇതേപോലെ 6 കാലും കാര്യങ്ങളും ഉണ്ടാവും. നല്ല ഉറപ്പുള്ള ബോഡിയാണ്. അപ്പം ഇതിനെന്ന് വെച്ചാൽ നമുക്ക് നമ്മളുടെ സാധാരണഗതിയിൽ നമ്മൾ ഇതിൻ്റെ പ്രജനനമൊക്കെ കണ്ടുകൊണ്ടിരുന്നത് നമ്മളുടെ ചാണകവും അതേപോലെ തന്നെ മാനുവറൊക്കെ കൂട്ടിയിരുന്ന സ്ഥലത്താണ്. പക്ഷേ ഇതേപോലെയുള്ള തെങ്ങും ഇന്ന് പ്രജനനത്തിന് വേണ്ടിയിട്ട് ഇവ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇവരുടെ എല്ലാത്തിൻ്റെയും നമ്മുടെ യങ് സ്റ്റേജുകൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ എല്ലാത്തിൻ്റെയും യങ് സ്റ്റേജുകൾ നമുക്ക് ഈ തെങ്ങിൻ്റെ അകത്തുനിന്ന് നമുക്ക് കിട്ടി. ഇതിൻ്റെ ഓരോ ഇൻസ്റ്റാറുമായിട്ടുള്ള പുഴുക്കളെ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഈ പുഴുക്കൾ എന്ന് പറഞ്ഞാൽ നമുക്കിത് കിട്ടിയത് തെങ്ങിൻ്റെ അകത്തു നിന്നാണ്. നമ്മുടെ ഈ തെങ്ങിൻ്റെ അകത്തു നിന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇവരെ നശിപ്പിച്ച് കഴിഞ്ഞാൽ ഇതോടുകൂടി തീർന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിട്ടുപോകാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ ഇവന്മാരുടെ ഈ ഒരു ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഇവന്മാരുടെ പ്രജനന കേന്ദ്രമായിട്ട് ഇന്നത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ പുഴു എന്ന് പറയുന്നത് നമ്മുടെ ചെമ്പൻചെല്ലിയുടെ നമ്മുടെ യങ് വൺസ് ആണ് ഇത് വന്നത്. ഇതിൻ്റെ അകത്ത് തന്നെ പെറ്റ് പിരികിയതാണ്. ഇവന്മാർ എല്ലാ തെങ്ങിൻ്റെ അതും പോയി ഓട്ടയുണ്ടാക്കിയിട്ട് അവിടെ മൊത്തം നശിപ്പിക്കുകയാണ് ചെയ്യുക. അപ്പം ഇതേപോലെ നമ്മൾ കെമിക്കൽ ഉപയോഗിച്ച് നശിപ്പിച്ച സ്ഥലത്ത് നമ്മൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ് മെറ്റാറൈസിയം എന്താ ചോദിച്ചാൽ 5 ml ഒരു ലിറ്റർ എന്നുള്ള രീതിയിൽ ഈ തെങ്ങിൻ്റെ അകത്ത് നന്നായിട്ട് ഒഴിച്ചു വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെയുള്ള സ്റ്റേജുകളെയും അതേപോലെ തന്നെ അഥവാ വണ്ടുകളായിട്ടുണ്ട് ആ വണ്ടുകളെയൊക്കെ ഇൻഫെക്റ്റ് ചെയ്തിട്ട് നമുക്ക് കൊല്ലാൻ വേണ്ടി സാധിക്കും. അപ്പം നമ്മൾ ശ്രദ്ധിക്കുക, ഇവന്മാരുടെ പുഴുക്കളെ തിരിച്ചറിയുക എന്ന് പറയുന്നത് ഇതേപോലെ 6 കാലുണ്ടാവും. ഇതേപോലെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചുവന്ന കളറിലുള്ള തലയുണ്ടാവും. ബാക്കിൽ ഇങ്ങനെ കറുത്തതോ അല്ലെ ബ്രൗൺ കളറായിട്ടുള്ള ഒരു റെക്റ്റായിട്ടായിരുന്നു ഉണ്ടാവുക. അപ്പോൾ ഇവന്മാരെ ശ്രദ്ധിക്കുക. ഇതെന്ന് പറയുന്നത് ഇവന്മാരുടെ പ്യൂപ്പിയാണ്. ഇവന്മാരെ നിൽക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ അത് കാണാൻ പറ്റും നിങ്ങൾക്ക്. ഈ പുഴു നമ്മളുടെ പ്യൂപ്പിയായിട്ട് പുതുതായിട്ട് പുറത്ത് വന്ന ചെമ്പൻചെല്ലിയാണിത്. നമുക്ക് നോക്കിക്കഴിഞ്ഞ് ഇതിൻ്റെ അകത്തൊക്കെ കാണാൻ പറ്റും. ഇതെല്ലാം അതിൻ്റെ പ്യൂപ്പേഷൻ സ്റ്റേജാണ്. അപ്പം ഒരു ചെറിയൊരു ഇതിൻ്റെ അകത്ത് തന്നെ ഇത്രത്തോളം വണ്ടുകൾ നമുക്കിവിടെ ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടതാണ് മെറ്റാറൈസി അനോസിയപ്ലിയെ നമ്മളുടെ ഇതിൻ്റെ അകത്ത് കലക്കി ഒഴിക്കുക. കെമിക്കൽ മാത്രം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് സാധിക്കില്ല. നമ്മൾ കെമിക്കൽ ഉപയോഗിച്ചിട്ട് കൺട്രോൾ ചെയ്ത സ്ഥലമാണ്. അവിടെ ബയോളജിക്കൽ കൊടുക്കുന്ന സമയത്താണ് നമുക്ക് ഇവന്മാരുടെ ഇതേപോലെയുള്ള സ്റ്റേജുകളെയൊക്കെ നശിപ്പിക്കാൻ പറ്റും. അപ്പം വേറൊരു വീഡിയോയിൽ ഇതിൽ നല്ലൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.